പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS 23ാമത് വാർഷികം MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുദ്രാഗീതത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഷീബ വിശ്വനാഥ് സ്വാഗതവും CDS ചെയർപേഴ്സൺ ശ്രീമതി ഉഷ സദാശിവൻ അധ്യക്ഷതയും നിർവഹിച്ചു. ശ്രീമതി മേരി ഡൊമിനിക് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി അജയൻ സ്നേഹനിധി ചെക്ക് വിതരണം ചെയ്തു. പള്ളിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ AN ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ EK ജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി രാധിക സതീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CH അലി, ശ്രീമതി ബിന്ദു തങ്കച്ചൻ, ശ്രീമതി ഷൈനി ഫ്രാൻസിസ്, പള്ളിപ്പുറം മെമ്പർമാരായ ഉഷ സോമൻ, നിഷ അനിൽ, ഷീല ഗോപി, ദീപ്തി പ്രൈജു, ശ്രീമതി പ്രസീത ബാബു, ആശ ദേവദാസ്, ലീമ ജിജിൻ, KS ബേബി എന്നിവർ ആശംസകൾ സംസാരിച്ചു. ME കൺവീനർ ശ്രീമതി അനിത രവി കൃതജ്ഞത പറഞ്ഞു. വിവിധ മേഖലയിൽ പ്രശസ്തരായവരെ ആദരിക്കുകയും കലാകായിക മത്സര വിജയികൾക്ക് സമ്മാനദാനവും നടന്നു. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷിക്കുന്ന ആഘോഷമാണ് നമ്മളിവിടെ നടത്തുന്നത്. ആദ്യമായിട്ട് മുദ്രാഗീതം. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഇന്നത്തെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷികാഘോഷം ആഘോഷിക്കുന്ന അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ നമ്മുടെ CDSന്റെ ചെയർപേഴ്സൺ ശ്രീമതി ഉഷ സദാശിവൻ, നമ്മുടെ വാർഷികാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള വൈപ്പിൻ MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ അവർ, വേദിയിലിരിക്കുന്ന നമ്മുടെ ഗ്രാമമാതാവ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ബ്ലോക്കിന്റെ ജയജയൻ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളെ, ബ്ലോക്ക് ഭരണസമിതി അംഗങ്ങളെ, നമ്മളിപ്പോ രാജ്യത്തിനാകെ മാതൃകയായി കുടുംബശ്രീ എന്ന വനിതാ വിപ്ലവ പ്രസ്ഥാനം പിറവിയെടുത്തിട്ട് 25 വർഷം തികയുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യമാക്കി രൂപീകരിക്കപ്പെട്ട കുടുംബശ്രീ ഇന്നൊരു വലിയ ബ്രാൻഡായി വളർന്നിരിക്കുകയാണ്. സ്ത്രീകളെ സംഘടിപ്പിച്ച് എന്ത് നേടുമെന്ന പരിഹാസത്തിന് 4 നൂറ്റാണ്ടിന്റെ പ്രവർത്തനം കൊണ്ട് മറുപടി കൊടുത്തിരിക്കുകയാണ് കുടുംബശ്രീ പ്രസ്ഥാനം. കുടുംബശ്രീയോട് മത്സരിക്കാൻ പലരും ബദൽ സംഘടനകൾ രൂപീകരിച്ചെങ്കിലും അവയൊക്കെ കാലത്തിന്റെ വിസ്മൃതിയിലേക്ക് പോയി എന്നതാണ് ചരിത്രം. ിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബശ്രീ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം തുടക്കം കുറിച്ചിട്ട് 25 വർഷം കഴിഞ്ഞു. ആ 25 വർഷത്തിന്റെ നിറവില് നമ്മുടെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ 23ാമത് വാർഷിക ആഘോഷമാണ് ഇവിടെ ഇന്ന് ആഘോഷിക്കപ്പെടുന്നത്. പള്ളിപ്പുറം പഞ്ചായത്തിലെ 450 കുടുംബശ്രീകളിലായി 7000 വനിതകൾ പ്രവർത്തിച്ചു വരുന്നു. സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും നമ്മുടെ കുടുംബശ്രീയിലെ അംഗങ്ങൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് നമ്മുടെ നാടിന്റെ വികസനത്തിനായിട്ട് കൈകോർത്തു വരുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് കുടുംബശ്രീക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുത്തുകൊണ്ട് തന്നെ കുടുംബശ്രീ എന്ന ഈ മഹാപ്രസ്ഥാനത്തിലൂടെ ഒരു സാമൂഹ്യ വിപ്ലവം തന്നെയാണ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്.
46 ലക്ഷം അംഗങ്ങളോടുകൂടി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയുടെ ഒരു മാതൃകയായി തീർന്നിരിക്കുകയാണ് കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം. നാൾക്കുനാൾ അതിന്റെ പ്രവർത്തന മികവ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആരാലും തളർത്തപ്പെടാത്ത ഒരു സംഘടിത ശക്തിയായി തന്നെ ഈ കുടുംബശ്രീ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് തലത്തിലും മറ്റ് പൊതു തലത്തിൽ നിന്നാണെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് കുടുംബശ്രീ കടന്നു ചെല്ലാത്ത ഒരു മേഖലകളുമില്ല. കാർഷിക മേഖലയിലായാലും മൃഗസംരക്ഷണ മേഖലയിലായാലും സംരംഭ മേഖലയിലായാലും ഏതൊരു മേഖല എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും കുടുംബശ്രീയുടെ, അതുപോലെ മറ്റ് ഉന്നത മേഖലയിലായാലും കുടുംബശ്രീ വനിതകൾ സദൈവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട ആർജവവും പിന്തുണയുമായി എപ്പോഴും മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ നമുക്കൊപ്പമുണ്ട്. ഇപ്പോ നമ്മളോടൊപ്പമുള്ള ഗവൺമെന്റും വളരെ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നമുക്ക് 260 കോടി രൂപയാണ് കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ആ മാറ്റിവെച്ചിരിക്കുന്ന തുക മുഴുവൻ നമ്മളുടെ സമൂഹത്തിനായി, നമ്മളുടെ ഓരോരുത്തരിലൂടെയും നമ്മുടെ സമൂഹത്തിന്റെ വികസനത്തിനായി നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മൾ തുടങ്ങിയ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും ആളുകളുടെ ഒരു വേദിയിൽ ഇരിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ കുടുംബശ്രീ എന്നൊരു പ്രസ്ഥാനം വന്നതിന് ശേഷമാണ്. ജനകീയാസൂത്രണത്തിലൂടെ രൂപം കൊണ്ട ഈ കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് വളരെയധികം പടർന്ന് പന്തലിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവർത്തനങ്ങളും വളരെ ശുഷ്കാന്തിയോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാറുണ്ട്. ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സഹായം എന്ന രീതിയിൽ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലെ ഓരോ അംഗങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു സാമൂഹ്യ വിപ്ലവമാണ് നമ്മളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവില്ല. കാരണം ആനയ്ക്ക് ആനയുടെ വിലയില്ലെന്ന് പറഞ്ഞ പോലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് അവരവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ വില അവർ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ഈ സമൂഹത്തിന്റെ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ പള്ളിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് വളരെയധികം കുടുംബശ്രീ പ്രസ്ഥാനത്തെ ഉൾച്ചേർത്തുകൊണ്ട് തന്നെ അവരോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതി നമുക്കുള്ളത് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. വിവിധ പ്രൊജക്ടുകളിലൂടെ കുടുംബശ്രീ വനിതകൾക്ക് വേണ്ടി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഒരുക്കമാണ്. അത് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ലിങ്കേജ് വായ്പ എടുത്ത് ഒരു സംരംഭം ആരംഭിക്കുന്നുണ്ടെങ്കിൽ ആ സംരംഭം വിജയിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. ആദ്യം നമ്മുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന അച്ചാർ യൂണിറ്റ് അല്ലെങ്കിൽ അറുപ്പടി യൂണിറ്റിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നൂതനമായ ഒരുപാട് സംരംഭങ്ങൾ നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട്. ഓൺലൈൻ മാർക്കറ്റിംഗിൽ വരെ ഓൺലൈനിലൂടെ വരെ നമ്മള് ഇതിന്റെ വിൽപ്പന കുറച്ചെങ്കിലും സംരംഭകർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ തലമുറയെ അവരുടെ കഴിവുകൾക്കും അവരുടെ അഭിരുചികൾക്കും അനുസരിച്ച് അവരുടെ കഴിവുകൾ നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി 18-നും 40-നും ഇടയ്ക്കുള്ള യുവതികളുടെ ഒരു ഓക്സിലറി ഗ്രൂപ്പ് തന്നെ നമ്മൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരിലൂടെയും നമ്മുടെ സമൂഹത്തിന് നല്ലൊരു മാറ്റം വരുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സീരിയസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാലസഭ കുട്ടികൾ, ബാലസഭയുടെ പ്രവർത്തനവും നല്ല രീതിയിൽ തന്നെ പള്ളിപ്പുറം പഞ്ചായത്തിലെ നടന്നു പോകുന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറയെ നാശത്തിലേക്ക് വഴിതെളിച്ച് വിടാതിരിക്കാനായിട്ട് അവരെ കൂടി നമ്മളോടൊപ്പം ചേർത്തുകൊണ്ട് അവരിലെ സർഗാത്മകമായ കഴിവുകളും കായികപരമായ കഴിവുകളും പരിപോഷിപ്പിക്കുക
അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മളും ചെയ്യാറുണ്ട്. കാർഷിക മേഖലയിലാണെങ്കിലും നമ്മുടെ പഞ്ചായത്തും അതുപോലെ കുടുംബശ്രീ മിഷനും ഒരുപാട് സഹായങ്ങൾ നമുക്ക് വിത്തും വളവുമായിട്ടാണെങ്കിൽ കൂടി ഒരുപാട് സഹായങ്ങൾ നമുക്ക് നൽകി വരുന്നുണ്ട്. ഒരുപാട് കുടുംബശ്രീ അംഗങ്ങൾ നല്ല രീതിയിൽ കൃഷി ചെയ്ത് അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കുടുംബശ്രീ CDS മുഖാന്തരം നടത്തുന്ന നാട്ടുചന്തയിൽ ആഴ്ചയിൽ 2 ദിവസം നടത്തുന്ന നാട്ടുചന്തയിലെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ എത്തിക്കാറുണ്ട്. സംരംഭകരാണെങ്കിലും നമ്മൾ മാസം തോറും നടത്തുന്ന മാസചന്തകളിലും സംരംഭങ്ങളും എത്തിക്കുന്നുണ്ട്. നമ്മളൊരു പുതിയ പദ്ധതിയായ SVP പദ്ധതി പ്രകാരം നമ്മളിപ്പോ 185ഓളം സംരംഭങ്ങളെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പുതിയതായിട്ട്. അവർക്ക് ഒരു 80 ലക്ഷത്തോളം രൂപ നമ്മൾ നൽകി കഴിഞ്ഞു. ഈ സംരംഭകർ അവരുടെ കുടുംബത്തിലേക്ക് വേണ്ടി ഒരു വരുമാനം സ്വയം ആർജിക്കുന്ന ഒരു രീതിയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലും അതിനനുസരിച്ചുള്ള മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഒരു 2 വർഷം കൂടി നമുക്ക് ഈ പ്രോജക്റ്റ് നിലനിൽക്കും. അത് തുടർന്ന് ഈ പ്രോജക്റ്റ് വഴി നമുക്ക് ഫണ്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കും. ആ ഫണ്ടുകൾ വഴി നമുക്ക് സംരംഭം തുടങ്ങാനായിട്ട് സാധിക്കും. ഒരു വീട്ടിലെ ഒരു സംരംഭമെങ്കിലും വേണം. വരുമാനം അതിലൂടെ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിലെ SVPയുടെ സംരംഭങ്ങളും അതോടൊപ്പം തന്നെ CDS CF ഫണ്ട് കൊടുത്തിട്ട് പ്രവർത്തിക്കുന്ന സംരംഭങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏതാനും ചില സംരംഭങ്ങൾ മാത്രമാണ് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പ്രവർത്തിക്കാതെ നിർത്തിവെച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും കൈത്താങ്ങും നൽകി അവരെയും കൈപിടിച്ചുയർത്തി പ്രവർത്തിപ്പിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നു. മൃഗസ്വം പിടിക്കുന്നത് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളാണ്. നിങ്ങളില്ലെങ്കിൽ കുടുംബശ്രീ പ്രസ്ഥാനമില്ല, അല്ലെ? അവാർഡ് കിട്ടുന്നതും പ്രൈസ് കിട്ടുന്നതും CDS ഭരണസമിതിയുടെയോ പഞ്ചായത്ത് ഭരണസമിതിയുടെയോ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരും നമ്മുടെ കർത്തവ്യ ബോധത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്തൊരു അവാർഡുകൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തൊരു സ്ഥാനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ പള്ളിപ്പുറം പഞ്ചായത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചുക്കാൻ പിടിക്കുന്ന ഈ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇനിയും മുന്നോട്ട് ഇനി വരുന്ന ഈ ഭരണസമിതിയുടെ ഏറ്റവും അവസാനത്തെ വാർഷികമാണിത്. ഇനി വരുന്നത് പുതിയൊരു ഭരണസമിതി ആയിരിക്കും. അപ്പൊ ആ ഭരണസമിതിക്കും ഇത്രയും നാളെ നിങ്ങൾ നൽകിയിരുന്ന എല്ലാ സഹകരണവും ആ അടുത്ത് വരുന്ന ഭരണസമിതിക്കും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോട് സഹകരിക്കുന്ന പഞ്ചായത്ത് ഭാരവാഹികൾക്കും അതുപോലെ MLA നമുക്ക് നമ്മൾ എന്ത് കാര്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരമാവധി നമ്മുടെ കാര്യങ്ങളിൽ എല്ലാവരും പങ്കെടുക്കാറുണ്ട്. നമുക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ MLA പ്രത്യേകം ഈ അവസരത്തിൽ സ്മരിക്കുന്നു. എല്ലാ കുടുംബശ്രീ പ്രവർത്തകർക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA ക്ഷണിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ CDSന്റെ ഈ 23ാമത് വാർഷികം വളരെ സന്തോഷത്തോടു കൂടി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമേ ഞാൻ അറിയിക്കുന്നു. സ്വാഗത പ്രാസംഗികയും അതുപോലെ CDS ചെയർപേഴ്സന്റെ അധ്യക്ഷ പ്രസംഗത്തിലും കുടുംബശ്രീയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും കേരളീയ സമൂഹത്തിൽ അത് നൽകുന്ന സംഭാവനകളെക്കുറിച്ചുമെല്ലാം ഹ്രസ്വമായി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തിൻ്റെ സ്ത്രീ ശാക്തീകരണ മേഖലയിലെ ലോകത്തിന് തന്നെ ഏറ്റവും മാതൃകയായി പ്രവർത്തിക്കുന്ന മഹത്തായ
സംഘടനാധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് കുടുംബശ്രീ. കേരളത്തിൽ ഏതാണ്ട് 40-45 ലക്ഷത്തോളം വരുന്ന നമ്മുടെ അമ്മമാരും സഹോദരിക്കാരന്മാരും അടങ്ങുന്ന മറ്റൊരു സംഘടനയ്ക്കും താരതമ്യം ചെയ്യാൻ കഴിയാത്ത അത്ര ശക്തിയായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ന് കുടുംബശ്രീ. നമ്മുടെ സാംസ്കാരികമായ ഉന്നമനത്തിനും അതുപോലെ വരുമാന വർധനവിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുടുംബശ്രീ നമ്മൾ ആരംഭിക്കുന്നത്. കേരളത്തിൻ്റെ അന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ നായനാർ കേരളത്തിൻ്റെ ഭരണസ്ഥാനത്തിൽ വഹിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളിത് ആരംഭിച്ചത്. ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ടും മഹത്തായ കുടുംബശ്രീ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സ്തംഭിപ്പിക്കാനുള്ള ചില ദുഷ്ടശക്തികളുടെ നീക്കത്തെ ചെറുത്തു തോൽപ്പിച്ചുമാണ് ഇന്ന് കുടുംബശ്രീ കേരളീയ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഇന്ന് സ്ഥാനം പിടിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് കുടുംബശ്രീ ഇല്ലാതെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ത്രിതല ഭരണ സംവിധാനങ്ങൾക്കും സർക്കാരിൽ ഒരാഘോഷങ്ങളുമില്ല, ഒരു പദ്ധതികളുമില്ല എന്ന് കാണാൻ കഴിയും. മോഹൻലാലിന്റെ ഒരു സിനിമയിൽ എന്ന് പറയുന്നത് പോലെ നിങ്ങളില്ലാതെ എനിക്ക് എന്താ ആഘോഷം എന്ന് പറയുന്നത് പോലെ ഇന്ന് കുടുംബശ്രീ സഹോദരങ്ങളും സഹോദരിമാരില്ലാതെ നമ്മുടെ സർക്കാരിന്റെ ഒരു വികസന പദ്ധതികളും വിജയിക്കില്ല, നമ്മുടെ ഒരാഘോഷവും വിജയിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ആ കുടുംബശ്രീ പ്രസ്ഥാനം അതിന്റെ ശാക്തീകരണത്തിന്റെ മേഖലയിൽ ഇനിയും ഒട്ടേറെ നമുക്ക് മുന്നേറാനുണ്ട്. നമ്മുടെ കേരളീയ സമൂഹം, പ്രത്യേകിച്ച് ഇന്നത്തെ കേരളത്തിലെ ഗവൺമെന്റ് നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ആളുകളുടെ ക്ഷേമവും നന്മയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളുടെ മേഖലയിൽ നന്നായി വളരെ ഭാവന സമ്പന്നതയോടുകൂടിയാണ് നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തിച്ചു പോരുന്നത്. നമുക്ക് നമ്മുടെ ഇവിടെ ആരോ പ്രസംഗത്തിൽ പറഞ്ഞ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ശക്തി പൂർണ്ണമായും അറിയില്ല. നമ്മൾ ഈ ഇന്ത്യയെയും കേരളത്തെയും മാറ്റിമറിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മുടെ സ്ത്രീത്വം എന്ന് പറയുന്നത്. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ രോമാഞ്ചജനകമായ ഒരുപാട് സമരാനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള എത്രയോ വനിതാ നേതാക്കന്മാരെയും പോരാളികളെയും നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ 56 നമ്മുടെ കേരളം രൂപം കൊള്ളുന്നു. 57 ശ്രീ EMSന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഗവൺമെന്റ് വന്നതിന് മുൻപ് ഉള്ള കാലം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാതിജന്മി നാടുവാഴിത്തത്തിന്റെ അതിക്രൂരമായ ഭരണ നടപടികളും എല്ലാം നിലനിന്നിരുന്ന ഒരു സംഭവം. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് മൂല്യബോധങ്ങളുടെയും വളരെ സമ്പന്നമായ സാംസ്കാരികമായ പൈതൃകത്തിന്റെയും അടിത്തറയിൽ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഔന്നിത്യം നമുക്ക് അനുഭവപ്പെടുന്നു. അതിലേക്ക് നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനം. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നു. ഈ നവോത്ഥാന പ്രസ്ഥാനത്തെ കുറിച്ച് എല്ലാവരും പറയുമ്പോൾ ആര് പ്രസംഗിച്ചാലും സാധാരണ ആരെ കുറിച്ചൊക്കെ പറയും. ആറാട്ടുപുഴ വേലായുധനെ കുറിച്ച് പറയും. അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളാണ് ശ്രീനാരായണ ഗുരു എടുത്തത്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയും, സഹോദരനെ കുറിച്ച് പറയും, കുമാരനാശാനെ കുറിച്ച് പറയും, ഡോക്ടർ പൽപുവിനെ കുറിച്ച് പറയും, ചവറ കുര്യാക്കോസ് ഏലിയാസത്തിനെ കുറിച്ച് പറയും, മത്തിത്തങ്ങളെ കുറിച്ച് പറയും, പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് പറയും. പെണ്ണുങ്ങളെ കുറിച്ച് ആരും പറയില്ല, ശരിയല്ലേ? പക്ഷെ കേരളീയ നവോത്ഥാനത്തിന്റെ അതിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ, അതിന്റെ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരിമാർ, നമ്മുടെ കേരളീയ സ്ത്രീത്വം നടത്തിയ പോരാട്ടങ്ങളാണ്. നവോത്ഥാന പ്രസ്ഥാനത്തിലെ എല്ലാ സമരങ്ങളും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നവോത്ഥാന പ്രസ്ഥാനം. പക്ഷെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഈ ആണുങ്ങളായിട്ടുള്ള നവോത്ഥാന നായകന്മാരെ കുറിച്ചല്ലേ പറയുന്നു. തിരുവിതാംകൂറിൽ കേരളം ഉണ്ടാകുന്നതിന് മുമ്പുള്ള തിരുവിതാംകൂറിലെ ചാന്നാർ ലഹള അല്ലേ? ചാന്നാർ ലഹള സ്ത്രീകൾ നയിച്ച സമരം. ഏതാണ്ട് 50 വർഷക്കാലം നീണ്ടുനിന്ന പോരാട്ടങ്ങളുടെ ചരിത്രമാണ് സ്ത്രീകൾ നടത്തിയ ചാന്നാർ കലാപം. കേരളത്തെ മാറ്റിമറിച്ച ഒന്നാണ്. മുക്കുത്തി സമരം അല്ലേ? സ്ത്രീകൾക്ക് വേണ്ടി നടന്ന സമരം. കല്ലുമാല സമരം,
അത് സ്ത്രീകൾക്ക് വേണ്ടി നടന്ന സമരമാണ്. ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നത് അത് പുരുഷന്മാരെയും ബാധിക്കുന്നതാണ്, ഭൂരിപക്ഷം സ്ത്രീകളെയും ബാധിക്കുന്നതാണ്. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതെല്ലാം സ്ത്രീകളുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങളാണ് കേരളീയ സമൂഹത്തെ ഇന്നത്തെ രൂപത്തിൽ വളർത്തിയെടുക്കുന്നതിൽ മാറ്റിമറിച്ചതിൽ നമ്മുടെ കേരളീയ സ്ത്രീത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ആ ആവേശം ചൂടൊന്നും ഇപ്പോൾ പല കാര്യത്തിലും കാണിക്കുന്നില്ലെങ്കിലും അതൊരു വിമർശനമാണ്. അത്രയും ആവേശമൊന്നും ഇപ്പൊ കാണിക്കുന്നില്ലെങ്കിലും നമ്മുടെ ശക്തിയാണ് ഈ കേരളത്തെ മാറ്റിയെടുത്തതിൽ നമ്മുടെ അമ്മമാരും സഹോദരിമാരും നമുക്ക് മുന്നേ സഞ്ചരിച്ച, പ്രത്യേകം നമുക്ക് മുന്നേ സഞ്ചരിച്ചവർ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ അതുല്യമാണ്. പാരക്കാരുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തന്നെ ഈ കാര്യങ്ങൾ അറിയില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ അതിൽ മാറ്റം വരണം. നമുക്ക് കാലത്തിനോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് കഴിയും. കേരളത്തിലെ ഗവൺമെന്റ് നമ്മളെ ഉൾപ്പെടെ, കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൽ ഉൾപ്പെടെ കേരളത്തിന്റെ 3.5 കോടിയോളം വരുന്ന ജനങ്ങളെ അതിനെ കണ്ടുകൊണ്ടാണ് നമ്മുടെ കേരളത്തെ നയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും, ടി വിയിലും പത്രത്തിലൊക്കെ കുറെ പേരെങ്കിലും വായിച്ചിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾക്ക് നടുവിലാണെങ്കിലും കേരളത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ബജറ്റ് ആരംഭിക്കുന്നത് തന്നെ പറയുന്നത് ഇതൊരു സൂര്യോദയ ബജറ്റാണ്. എന്ത് ബജറ്റാണ്? സൂര്യോദയ ബജറ്റ്. സൂര്യോദയ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെ നവീകരിക്കുന്നതിന്റെ മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകുന്ന ഉണർന്നു വരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയെയാണ് ഈ സൂര്യോദയ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ പഴയ സാങ്കേതിക വിദ്യകളിലും ശാസ്ത്രബോധത്തിലും പഴയ ആചാരങ്ങളിലും പഴയ കാര്യങ്ങളിലും മാത്രം ഒതുങ്ങി നിന്ന് കൂടുതൽ പതനത്തിലേക്ക് നീങ്ങുന്ന സമ്പദ് വ്യവസ്ഥയെ സൂര്യാസ്തമയ ബജറ്റുകൾ എന്നാണ് സംബോധന ചെയ്യുന്നത്. അപ്പൊ ഇത്തവണ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചത് നമ്മുടെ ബജറ്റ് ഒരു സൂര്യോദയ ബജറ്റാണ് എന്നുള്ള ആമുഖത്തോടു കൂടിയാണ് ബജറ്റ് ആരംഭിക്കുന്നത്. അപ്പൊ ആ ബജറ്റ് വിഭാവനം ചെയ്യുന്നത് നമ്മളൊരു പുതിയ നവകേരളത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നവകേരള സങ്കല്പത്തിന്റെ അർത്ഥതലങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞതാണ്. അപ്പൊ നമ്മുടെ കേരളത്തിന് ഒരു 80-കൾക്ക് ശേഷം, 80-കൾക്ക് മുമ്പുള്ള കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഈ പുതിയ കാലത്തിന്റെ എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിലേറ്റവും പ്രധാനമായി നമുക്കൊരു പുതിയ കേരളത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് ശാസ്ത്രരംഗത്തും സാങ്കേതിക വിദ്യയിലും വന്ന എല്ലാ മാറ്റങ്ങളെയും നമുക്ക് കേരളത്തിൽ സ്വീകരിക്കണം. അതിനനുസരിച്ചാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിലും പൊതുവിദ്യാഭ്യാസത്തിന്റെ മേഖലകളിലും നമ്മൾ ഇടപെട്ടു പോകുന്നത്. ഇപ്പൊ പൊതുവിദ്യാഭ്യാസം എടുത്തു കഴിഞ്ഞാൽ സ്കൂൾ പ്രായമെത്തിയ എല്ലാ കുട്ടികളും നമ്മുടെ സ്കൂളിൽ പോകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളമാണ്. വേറൊരു സംസ്ഥാനമില്ല. മാത്രമല്ല ഒരു കുട്ടിക്ക് വേണ്ടി 50,000 രൂപയാണ് നമ്മുടെ സർക്കാർ ചെലവഴിക്കുന്നത്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പൊ നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നു. അതേപോലെ വിദേശത്ത് നിന്നും അതുപോലെ വിദേശത്ത് പോകാതെ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ കോഴ്സുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് സാങ്കേതിക സർവകലാശാലയുടെ മേഖലകളിൽ നാനോ ടെക്നോളജി, റോബോട്ടിക് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, അങ്ങനെ ഏറ്റവും നൂതനമായ, ഇന്നത്തെ കാലത്ത് ഏറ്റവും നൂതനമായ സിലബസുകളും അതുപോലെ പാഠ്യപദ്ധതികളും എല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ അവർക്ക് ആവശ്യമായ ഹോസ്റ്റൽ സൗകര്യങ്ങൾ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിൽ ചെയ്തു പോരുകയും അങ്ങനെ കേരളത്തിന്റെ എല്ലാ മേഖലകളിലും, വ്യവസായ മേഖലയിൽ, കാർഷിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അപ്പൊ അതിന്റെ എല്ലാം സമഗ്രമായ വികസനത്തിന് കോടിക്കണക്കിന് രൂപ, ഞാനതെല്ലാം കണക്കുകളൊക്കെ ഉദ്ധരിച്ച് നിങ്ങളെ വിശേഷിപ്പിക്കുന്നില്ല. അങ്ങനെ എല്ലാ മേഖലകളിലും, സാംസ്കാരിക മേഖലകളിലെല്ലാം നമ്മൾ ഇടപെട്ടു പോവുകയും അപ്പൊ അതിലിപ്പോ ഇവിടെ തന്നെ പറഞ്ഞു കോടിക്കണക്കിന് രൂപയാണ് ബജറ്റിൽ കുടുംബശ്രീയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ വിനിയോഗിക്കുന്നു. കുടുംബശ്രീയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ഒരു പദ്ധതിയെ കുറിച്ച് ഇടയ്ക്ക് പരാമർശിക്കുകയുണ്ടായി. നമ്മുടെ ബ്ലോക്ക് മെമ്പർമാരെല്ലാവരും അത് പറയും. VSCP എന്ന് പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി, അതിൽ 60% തുകയും നമ്മുടെ സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. ബാക്കി 40% തുക കേന്ദ്ര സർക്കാരിന് തരുന്നു.
അപ്പൊ ആ തുക നമുക്ക് ഉപയോഗിക്കാനുള്ള പദ്ധതികൾ ഇപ്പോൾ ആവിഷ്കരിച്ചാൽ 2025 ഇപ്പോൾ ഉടനെ 2025 അവസാനത്തോടുകൂടി നമ്മളെല്ലാം സ്വയം സംരംഭകരായി നമുക്ക് മാറാൻ കഴിയും. നിങ്ങൾക്ക് ഏത് സംരംഭങ്ങൾ തുടങ്ങണമെന്നും നിങ്ങളുടെ മനസ്സിൽ ഒരു ആശയമുണ്ടെങ്കിൽ ആശയം മാത്രം മതി നിങ്ങൾക്ക് കൈമുതലായി. ആ ആഗ്രഹം നമ്മൾ ബ്ലോക്കിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട അതിന്റെ ആളുകളെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ശാക്തീകരിക്കുന്നതിന് നമുക്ക് ആവശ്യമായ നമ്മൾ മനസ്സിൽ കണ്ട പദ്ധതികൾ എന്താണ്, അതിനാവശ്യമായ വായ്പാ സഹായങ്ങൾ, അത് ഒറ്റയ്ക്കുള്ള സംരംഭങ്ങളാണ്, കൂട്ടായ നമ്മുടെ 10 ലക്ഷം രൂപയുടെ പദ്ധതിയല്ല, ഒറ്റയ്ക്കുള്ള സംരംഭം. അത് 1 ലക്ഷം മുതൽ എത്രയോ ലക്ഷം വരെ അതിനൊരു പരിധി ഇവിടെ വിശദീകരിക്കുമായി. ആ പദ്ധതിയെ നമുക്ക് കണ്ടുചേർക്കാൻ കഴിയും. നമുക്ക് എല്ലാ ആളുകളും സ്വയം വരുമാനമുള്ള ആളുകളായി മാറാൻ കഴിയുന്ന ഏറ്റവും സുവർണാവസരം. നമ്മുടെ ലിങ്കേജ് വായ്പ പോലെയോ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ വഴി നമ്മൾ നടപ്പാക്കുന്ന മുറ്റത്തെ മുല്ലയോ അതുപോലെ മാത്രമല്ല. അപ്പൊ നമ്മുടെ സ്വയം വരുമാനമുള്ളവരാക്കുന്നതിനും അത് മാർക്കറ്റ് ചെയ്യുന്നതിനും എല്ലാമുള്ള അതിനാവശ്യമായ ട്രെയിനിങ് ഉൾപ്പെടെ നമുക്ക് നൽകുന്നതിനുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ്. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ നമ്മുടെ ഈ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള വൈപ്പിൻ ബ്ലോക്ക് അതിനു വേണ്ടിയിട്ടുള്ള തുക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിന്റെ പാതയാണ്. അപ്പൊ അതേപോലെ തന്നെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള IT മേഖലയിലും അതുപോലെ തന്നെ സാങ്കേതിക മേഖലയിലെല്ലാം വലിയ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള നല്ല ജോലി കിട്ടിയിട്ട് നല്ല വണ്ണം പഠിച്ച് വീട്ടിൽ നിൽക്കുന്നവരുണ്ടാക്കാം, വിവാഹം ചെയ്ത് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളവരുണ്ടാക്കാം. പക്ഷെ ഒരു തൊഴിലിനും പോകാത്ത ആളുകളായിരിക്കും, പ്രത്യേകിച്ച് IT മേഖലയിലെ കമ്പ്യൂട്ടറുകളും മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടി. അവർക്ക് വീടിനടുത്തിരുന്നു കൊണ്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികൾക്കും ആവശ്യമായ ട്രെയിനിങ്ങിനും വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഈ ബജറ്റിൽ നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത്. അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിന്റെ മേഖലയിൽ നല്ല ലക്ഷ്യബോധത്തോടുകൂടി ധാരാളം പദ്ധതികൾ ഈ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മൾ കുടുംബശ്രീ വഴി തന്നെ എത്രയോ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ മേഖലയിൽ തന്നെ നമ്മുടെ ഹരിതകർമ്മസേന കേരളത്തിൽ ഏതാണ്ട് 40 ലക്ഷത്തോളം വരുന്നയാണ്. 40 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഹരിതകർമ്മസേനയിൽ വരുമാനമുള്ളവരാക്കി മാറ്റുന്നതിന് നമുക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതുതായി ഒരു തൊഴിലവസരമാണ്, ആ മേഖല ഒരു പുതിയ തൊഴിലവസരമാണ്. ഈ നിലയിലെല്ലാം നമ്മുടെ ഗവൺമെന്റ് എല്ലാ മേഖലകളിലും ഇടപെട്ട് പോരുകയാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് വളരെ പരിമിതമായ ചില സാമ്പത്തിക വിഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കേരളത്തെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാനും നമ്മുടെ നികുതി പിരിവ് ഊർജിതപ്പെടുത്തിക്കൊണ്ടും നമ്മൾ പുതിയ പദ്ധതികളിലൂടെ വിഭവസമാഹരണം കണ്ടെത്താനുള്ള ഭഗീരഥമായ ശ്രമത്തിലാണ് നമ്മുടെ ഗവൺമെന്റ് ഏർപ്പെട്ടിട്ടുള്ളത്. സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് സ്ത്രീപക്ഷ വികസന പരിപാടികൾക്ക് നിങ്ങളുടെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും കുടുംബശ്രീക്ക് ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് വിജയകരമായി നമ്മുടെ എല്ലാ കുടുംബങ്ങളിലേക്കും ഇത് എത്തിക്കാനായിട്ട് കഴിയും. ഇപ്പൊ എല്ലാവരും ഇത്തിരി ഗമയിലാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്ത്യയിലെ സരസ് മേള നടത്തിയില്ലേ, അതിന്റെ ഹൃദയമായി പ്രവർത്തിച്ചത് എറണാകുളം ജില്ലയിലെയാണ് ആളുകളാണ്. ഏതാണ്ട് 3.5 ലക്ഷത്തോളം വരുന്ന നമ്മുടെ ജില്ലയിലെ കുടുംബശ്രീ പ്രസ്ഥാനവും നമ്മുടെ മാതൃകയാക്കിക്കൊണ്ട് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കുടുംബശ്രീക്കാരുടെ ഉൽപ്പന്നങ്ങൾ, രുചികരമായ ഭക്ഷണങ്ങൾ, കരകൗശല വസ്തുക്കൾ ഇല്ലേ, എല്ലാം അതിൽ പോയ ആളുകൾ കണ്ടവരെത്ര പേരുണ്ട്? എല്ലാവരും പോയോ? നമ്മുടെ സരസ് മേളയിൽ പങ്കെടുത്തവരെന്ന് കൈപൊക്കി. സരസ് മേളയിൽ പങ്കെടുത്തവർ അയ്യോ, ഭൂരിപക്ഷം ആളുകൾ പോയിട്ടില്ല. അത് മോശമായി. നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ 25ാമത് വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭം കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട മന്ത്രിയായിട്ടുള്ള ശ്രീ രാജീവും പഴയ കളക്ടർ അദ്ദേഹമൊക്കെ മുൻകൈയെടുത്ത് നമ്മൾ നടത്തിയതാണ്. ഞാനൊരു ദിവസം തന്നെ സമാപനത്തിന് പങ്കെടുക്കുകയുണ്ടായി. അപ്പോ അത് വലിയ സംരംഭമായിരുന്നു. അപ്പൊ സരസ് മേള വളരെ ഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞു. ബാക്ക് ടു സ്കൂൾ അല്ലേ, സ്കൂളിലേക്ക് ഉള്ള അതിന് നിങ്ങളുടെ സ്കൂളിൽ ഒരു 10,500 ആളുകളെ ഞാൻ അന്ന് കണ്ടതാണ്. പഠിക്കാൻ വീണ്ടും നമ്മൾ സ്കൂളിലേക്ക് പോയ സംരംഭം അതൊക്കെ ഏറ്റവും നന്നായി നടന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പള്ളിപ്പുറം പഞ്ചായത്ത്. അപ്പോ ഈ നിലയിലെല്ലാം നമുക്ക് കുടുംബശ്രീ പ്രസ്ഥാനത്തെ സർക്കാരിന്റെ വിവിധ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ടും നമുക്ക് നല്ല നിലയിൽ ഭാവി പ്രവർത്തനങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും രൂപപ്പെടുത്താൻ കഴിയണം.
സർക്കാരിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ സഹായ സഹകരണങ്ങളെല്ലാം ഉണ്ടാകണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. സാമൂഹ്യമായി വളരെ ഗൗരവമുള്ള ഒരു സന്ദർഭത്തിലാണ് നിങ്ങളുടെ ഈ 23ാമത് സമ്മേളനം നടക്കുന്നത്. കാരണം നമുക്ക് ഈ സന്തോഷിക്കാനും ഇതുപോലെ പൊതുവായി ഇരിക്കാനും എല്ലാ ജാതിയിലും സമുദായത്തിലും മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ ഇരിക്കുക എന്നുള്ളത് നാളെ ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള അതിഭയങ്കരമായ ആശങ്കയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അതിൽ നമ്മുടെ സ്ത്രീകൾക്ക് വരെ നൽകുന്ന ആനുകൂല്യങ്ങൾ, സംരക്ഷണങ്ങൾ, വിവിധ സാമുദായിക വിഭാഗങ്ങൾക്ക് നൽകുന്ന സംരക്ഷണങ്ങളെല്ലാം ഇതേപോലെ നിൽക്കുമോ എന്നുള്ള വലിയ ആശങ്കകൾ. ഇപ്പൊ ഞാൻ എൻ്റെ സംഭാഷണത്തിനിടയിൽ ഞാനൊരു കാര്യം സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് പരിമിതമായ സാമ്പത്തിക വിഭവങ്ങൾ എന്നൊരു പ്രയോജനമുണ്ട്. കാരണം നമ്മുടെ പല പദ്ധതികളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. നമ്മുടെ കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെയും ഈ കുടുംബശ്രീക്ക് വേണ്ടി നൽകുന്ന സഹായം 64 ലക്ഷം ആളുകൾക്ക് നമ്മൾ നൽകുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതികൾ, നമ്മുടെ വയോജനങ്ങൾക്ക് നൽകുന്ന ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങൾ, വീടില്ലാത്ത ഭവനങ്ങളില്ലാത്ത ആളുകൾക്ക് നമ്മൾ 5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് കഴിഞ്ഞ 5 കൊല്ലങ്ങൾക്കിടയിലും ഇപ്പോൾ 1,62,000 വരുന്ന ആളുകൾക്ക് നൽകുന്ന സഹായങ്ങൾ, ഈ ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ ആളുകൾ അധിവസിക്കുന്ന നാടാണ് നമ്മുടേതെങ്കിലും 60,000-ഓളം വരുന്ന കുടുംബങ്ങൾ, അതിദരിദ്രരായിട്ടുള്ള മനുഷ്യർ, ഈ പഞ്ചായത്തിൽ 75ഓളം വരുന്ന ആളുകൾ ഉൾപ്പെടും. അതിദാരിദ്ര്യം എന്നുള്ളത് 2025 നവംബർ 1 കേരളത്തിൽ നിന്നും പൂർണ്ണമായും ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്നുള്ള നമ്മുടെ പ്രഖ്യാപനം. ഇങ്ങനെ എത്രയോ ക്ഷേമകാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് വ്യവസായ കാർഷിക മേഖലയിലെല്ലാം നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഈ കേരളത്തെ സഹായിക്കുന്നതിന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് കഴിയേണ്ടതാണ്. അത് ഭരണഘടനാപരമായ നമ്മുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. നമ്മുടെ വിശ്വാസങ്ങൾക്ക് മേൽ പോലും പലതരത്തിലുള്ള കടിഞ്ഞാണുകൾ വരാൻ പോവുകയാണ്. സ്ത്രീകളുടെ മേഖലകളിൽ പ്രത്യേകിച്ച് എന്നെ വേദനിപ്പിച്ച ഈ വളരെയേറെ 2002-ലുണ്ടായ സംഭവമാണെങ്കിലും ഈ അടുത്ത കാലത്തുണ്ടായ ഒരു വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ മനസ്സിനെ സ്വാധീനിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. 2002-ല് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിനകത്ത് നടന്ന വിശ്വാസങ്ങളും അതുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു വിഭാഗം നടത്തിയ കലാപങ്ങളുടെ ഭാഗമായി അല്ലേ, ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന പേര് കേട്ടിട്ടുള്ളവരൊന്ന് കൈവക്കെ. ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന പേര്. അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ ഇതിനും കൂടെ കൂട്ടിച്ചേർത്ത് പറയാം. എല്ലാവരും പത്രം വായിക്കണം, എല്ലാ ദിവസവും പത്രം വായിക്കണം, TV ഉള്ളവർ TV കാണണം, അതൊക്കെ ചെയ്യണം. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിനകത്ത് നമ്മുടെ മെമ്പർമാരെക്കാൾ വലിയ പ്രാധാന്യമുണ്ട്. ഏത് പഞ്ചായത്ത് മെമ്പർമാരെക്കാൾ വലിയ പ്രാധാന്യമുള്ള ആളുകളാണ്. ഒരു ജനതയെ നന്മയിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് പത്രം വായിക്കുന്നതെല്ലാവരും. 2002-ൽ നടന്ന കലാപത്തിൽ ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ഒരു സഹോദരി അപമാനിക്കപ്പെട്ടു. ബിൽക്കിസ് ബാനു അന്ന് അവർക്ക് 19 വയസ്സാണ് പ്രായം. അവര് 5 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു കുഞ്ഞ് അവരുടെ വയറ്റിലുണ്ട്. അവരുടെ 14 ബന്ധുക്കളെയും കലാപകാരികൾ അടിച്ചു പോകും. അവരത് കണ്ടു നിൽക്കുകയാണ്. 3 വയസ്സുള്ള ഒരു കുട്ടി, 5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് വയറ്റിനകത്ത് 3 വയസ്സ് പ്രായമുള്ള മറ്റൊരു പെൺകുട്ടി. ആ കുട്ടിയെ എടുത്ത് കരിങ്കല്ലിൽ അടിച്ച് തലതെറ്റി അവനെ കൊലപ്പെടും. നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നടന്ന ഒരു കാര്യം. അവസാന കുറ്റവാളികൾ എന്ത് ചെയ്തു? ഇവരെ ഈ ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന സഹോദരിയെ ഇരുമ്പ് വടി കൊണ്ട് ദണ്ടുകൊണ്ട് അടിച്ച് താഴെ ഒരു കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു. അവർ മരിച്ചു എന്ന് കരുതി അവർ പോയി. പക്ഷെ അവർ മരണപ്പെട്ടില്ല, അവർ ജീവിച്ചു. പക്ഷെ അവരെ ആക്രമിച്ച ആളുകളെ എല്ലാവരെയും അവരവരുടെ മനസ്സിൽ കുറിച്ചു. ഈ അടുത്തിടക്ക് ഒരു സിനിമ വന്നു, അത് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ഈ കണ്ണ് കാണാത്തൊരു കുട്ടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഈ അടുത്തിടക്ക് വന്ന സിനിമ, ഒരു സിനിമ വന്നു. അതിലങ്ങനെ ഒരു പ്രമേയമുണ്ട്. കണ്ണ് കാണാത്ത കുട്ടിക്ക് എങ്ങനെയാണ് ആളെ തിരിച്ചറിയുന്നത്, ശിക്ഷിക്കുന്ന ഒരു കഥയാണ്. സിനിമയുടെ പേര് മറന്നു, ഞാൻ കണ്ടതാണ്. ഓക്കെ, അപ്പൊ നേരെന്ന് പറയുന്ന സിനിമ കറക്റ്റ്. അപ്പോ ഈ ഒരു കൊല്ലക്കാലം ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റിന് കഴിയുന്നില്ല.
എന്ത് ചെയ്തു? അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അവർ കോടതിയെ സമീപിച്ചു. CBI അന്വേഷിച്ചു. അപ്പൊ ഇവരുടെ കേസ് തേച്ചു മാറ്റി കളയാൻ വേണ്ടിയിട്ട് അവരെ പരിശോധിച്ച ഡോക്ടർമാര്, അതുപോലുള്ള ആളുകള്, ചില ഉദ്യോഗസ്ഥരൊക്കെ ശ്രമിച്ചു. അപ്പൊ ഈ സ്ത്രീ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ഇതിന് വാസ്തവമുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയില്ലെന്നൊക്കെ പറഞ്ഞു തള്ളിക്കളയാൻ ശ്രമിച്ചു. പക്ഷേ ആ കേസ് തെളിയിക്കപ്പെട്ട് അതിന് പ്രധാനപ്പെട്ട ഒരുപാട് ആളുകളെ ശിക്ഷിക്കുകയും ചെയ്തു. ആ ശിക്ഷിക്കപ്പെട്ട ആളുകളെ അവരെല്ലാം മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞിപ്പോ അടുത്ത കാലത്ത് അവരെ റിലീസ് ചെയ്തു. പിന്നെ പത്രത്തിൽ വാർത്തയുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയുടെ ഭാര്യയുടെ അച്ഛനോ അമ്മയോ മരിച്ചപ്പോൾ കാണാൻ വേണ്ടി പരോള് കൊടുത്തിട്ടുണ്ട് ഇന്ന്. അപ്പൊ ഈ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അപ്പോ ആ ബന്ധപ്പെട്ട സംസ്ഥാനത്തിനകത്ത് കേസ് വിചാരണ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് കുഴപ്പത്തിലാണ്. അങ്ങനെ ഇവര് കോടതിയോട് എന്താവശ്യപ്പെട്ട് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ കോടതിയിലേക്ക് തന്നെ കേസ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ എല്ലാ കേസുകളുടെയും തെളിവുകൾ നഷ്ടപ്പെടുത്താൻ, ഇവർ അപായപ്പെടുത്താൻ 19 തവണ ഒരു കൂട് വിട്ട് മാറുന്നത് പോലെ 19 സ്ഥലങ്ങളിൽ വീട് മാറി താമസിക്കേണ്ടി വന്നു ആ സ്ത്രീ. അപ്പൊ ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു നിയമവ്യവസ്ഥ ഇതേപോലെ ആക്രമിക്കപ്പെട്ടാൽ നമുക്ക് നീതി ലഭിക്കാനായിട്ടൊരു അവസ്ഥ ഇല്ലെങ്കിലുള്ള സ്ഥിതി എന്താണ്? ഇപ്പൊ നാളെ കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ഥിതി എന്താണ്? ഇപ്പൊ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ തകർത്താൽ പിന്നെ അനാർക്കി വന്നു കഴിഞ്ഞാൽ കയ്യൂക്കുള്ളവർ കാര്യക്കാരുണ്ടായിരിക്കും. നിയമവ്യവസ്ഥയ്ക്ക് ഒരു പ്രാധാന്യമില്ല. അപ്പൊ ഇവർക്ക് ഈ കരുത്തും ശക്തിയും എല്ലാം നൽകിയതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം മുറിവേറ്റ ആളുകളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയെല്ലാം പ്രവർത്തിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി. ആ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പ്രിയപ്പെട്ട മകൻ സുഭാഷിണി അലിയും. നമ്മുടെ ഗാന്ധി വന്നതുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം തെളിവുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ. രേഖകളെല്ലാം നഷ്ടപ്പെടാതിരിക്കാൻ ആർക്കൈവ്സിൽ നിന്നും അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം എല്ലാ രേഖകളും ശേഖരിച്ച് പുസ്തകമാക്കി മാറ്റുകയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകയും പത്രപ്രവർത്തകയുമായിട്ടുള്ള ഡിസ്റ്റാക് ദ സിൽവ, നമ്മുടെ കൊച്ചിയിൽ വന്നിട്ടുള്ളവരാണ്. ഡിസ്റ്റാക് ദ സിൽവ അവരുൾപ്പെടെ എല്ലാ കരുത്തും ഈ ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന സഹോദരിക്ക് നൽകിയത് കൊണ്ടുള്ള നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അവസാനം എല്ലാ കുറ്റവാളികളെയും ശിക്ഷിക്കപ്പെട്ടതും ജയിൽ വിമോചിതരായ ആളുകളെ വീണ്ടും കീഴടങ്ങി ജയിലിൽ പോകാനായി കോടതി ഉത്തരവിടേണ്ടി വന്നത് അങ്ങനെയാണ്. അപ്പോൾ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ നിയമവ്യവസ്ഥകൾ തകർന്നാലോ? അപ്പൊ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഇതേപോലെ വലിയ മതഭ്രാന്തുള്ള ചില ആളുകൾ, അങ്ങനെ എല്ലാം ഉള്ള ചില കലാപകാരികളുടെ ഇടയിൽപ്പെട്ട ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ നാദിയ മുറാദ് എന്ന് പറയുന്ന തടവിലാക്കപ്പെട്ടു. ഇത് സർക്കാർ സംവിധാനത്തിന്റെ ജയിലിലല്ല, അല്ലാതെ ഉള്ള മതത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കലാപം നടന്ന ഒരു സംഘത്തിന്റെ കയ്യിൽപ്പെട്ട് ഒരുപാട് ആക്രമണത്തിന് വിധേയമായ ലോകത്തെ ഒരു പ്രതീകമാണ് നാദിയ. ലോകത്തെ ഒരു സ്ത്രീക്കും ഇത് സംഭവിക്കാതിരിക്കാൻ അവർ കഥ പറയുന്നുണ്ട്. നാദിയ മുറാദിന്റെ ആത്മകഥ നിങ്ങൾക്ക് വാങ്ങാൻ ലൈബ്രറികളിൽ ഉണ്ടാകുന്നു. ആ നാദിയ മുറാദ് ഏറ്റുവാങ്ങേണ്ടി വന്ന പീഡാനുഭവങ്ങളെ പോലെ തുലനപ്പെടുത്താവുന്ന ഒന്നാണ് ഈ ബിൽക്കിസ് ബാനുവിന്റെ അനുഭവം. അപ്പോ 2002 നടന്ന ഒരു സംഭവമാണെങ്കിലും നാളെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഗ്യാരണ്ടി എന്താണ്? നമ്മൾ ഈ കാര്യങ്ങളിൽ ജാഗരൂകരാകുക. ഇതുപോലെ സമൂഹത്തിന്റെ ഇരുട്ടിന്റെ സന്തതികളെ നമുക്ക് ഒറ്റപ്പെടുത്താനുള്ള കരുത്താർജിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം എല്ലാം നല്ല നിലയിൽ നടക്കണം. അതിന്റെ എല്ലാ യോഗവും എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ ബുധനാഴ്ചയും നമ്മൾ ചേരണം. നമ്മുടെ പദ്ധതികൾ നടപ്പാക്കണം, വരുമാനം വർദ്ധിപ്പിക്കണം. ഇതോടൊപ്പം നമുക്ക് നമ്മുടെ സാംസ്കാരികമായ ഉന്നമനം കൂടി നമുക്കുണ്ട്. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഒരുമിച്ച് നിൽക്കാൻ കഴിയും. ഒരു പുഷ്പം എന്ന് പറയുന്നത് അല്ലേ, കാണാൻ നല്ല ചന്തമുള്ള നല്ല മനോഹരമാണ് നമ്മുടെ പുഷ്പങ്ങൾ അല്ലേ. പുഷ്പം എന്ന് പറയുന്നത് നല്ല റോസാപ്പ് കൊടുത്താൽ നല്ല അല്ലേ പുഷ്പം. ആ പുഷ്പങ്ങളെല്ലാം ഒരേപോലെ ഒരുപാട് പുഷ്പങ്ങൾ ഒരുമിച്ച് നിന്നാലോ അതല്ല ഏറ്റവും കൂടുതൽ സന്തോഷകരവും ആനന്ദകരവുമായിട്ടുള്ള കാര്യം. അതേപോലെയാണ് നമ്മുടെ രാജ്യം തന്നെ. നമ്മുടെ രാജ്യം 4-5 പ്രധാനപ്പെട്ട മതങ്ങൾ, 3000-ലധികം വരുന്ന ജാതികൾ, ഒരുപാട് ഭാഷ സംസാരിക്കുന്നവർ, ഒരുപാട് ആഹാര രീതികളുള്ളവർ, അങ്ങനെ നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്ന
5000 കൊല്ലത്തിലധികം മഹത്തായ പാരമ്പര്യവും സംസ്കൃതിയും ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതാണ് ഇന്ത്യക്കാരെന്നുള്ള നമ്മുടെ ബോധം. ആ ഇന്ത്യ എന്നുള്ള നമ്മുടെ ആ ഒരു സങ്കല്പത്തെ അതിനപകടപ്പെടുത്തുന്ന ഒന്നിനും നമ്മൾ കൂട്ടുനിൽക്കരുത്. അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും നമ്മുടെ ഭാവി ഭാഗങ്ങളെ നിർണ്ണയിക്കുന്ന ഭരണഘടനയെയും സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി, സാമൂഹ്യമായ ഉത്തരവാദിത്വം കൂടി സ്ത്രീകൾ എന്ന നിലയിൽ നമുക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. അത് നിങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മണ്ഡലത്തിലെ ചില കാര്യങ്ങൾ കൂടി പരാമർശിച്ചുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും. ഞാൻ പറയുകയായിരുന്നത് ഷീബ മുഴുക്കെ പറയാനത് കൊണ്ടാണ്. ഷീബ സ്വാഗതം പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞില്ല, എല്ലാം പറയാനത് കൊണ്ട് മാത്രമാണ്. വൈപ്പിൻ മണ്ഡലത്തിന്റെ നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ മേഖലകളിൽ സമൂഹത്തിന്റെ വളർച്ചയ്ക്കുതകുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ എളിയ ശ്രമത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ വൈപ്പിൻ പള്ളിപ്പുറം റോഡ് അപകടങ്ങളില്ലാതിരിക്കാൻ ഉള്ള റോഡ് കൂടുതൽ വിസ്തൃതിയിൽ എടുത്തുകൊണ്ട് കാൽനട യാത്രക്കാർക്കും മറ്റും നല്ല സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന 36 കോടി രൂപയുടെ പദ്ധതിയാണ്, KSTP പദ്ധതിയാണ് ഈ റോഡിൽ നടന്നു വരുന്നത്. കാരണം എല്ലാ ദിവസവും അപകടം ഉണ്ടാകും, അപകടത്തിൽ മിക്കവാറും മരണം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 മീറ്റർ വീതിയിലുള്ള നമ്മുടെ തീരദേശ റോഡിന്റെ കാര്യങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. അത് വരുമ്പോൾ ഇന്ന് കാണുന്ന വൈപ്പിനായിരിക്കും. അഴീക്കോട് വരുമ്പോൾ പാലം 142 കോടി രൂപയാണ് ആ പാലം നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനവും പുരോഗമിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കുന്നില്ല. പള്ളിപ്പുറം പഞ്ചായത്തിന്റെ നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഈ പാലം വരികയും തീരദേശ റോഡ് കൂടി വരുമ്പോൾ ഈ കാണുന്ന വൈപ്പിനായിരിക്കില്ല, ഭയങ്കര മാറ്റങ്ങളായി. ഇത് പറയുന്നത് നിങ്ങളുടെ തന്നെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് ഭാവിയെ കണ്ടുകൊണ്ടുള്ള ധാരാളം സംരംഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആരംഭിക്കാവുന്ന ഒരുപാട് സാധ്യതകൾ തുറന്നു തരുവാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ ചെറായി ബീച്ചിനപ്പുറത്ത് വന്നിട്ടുള്ള നമ്മുടെ കാറ്റാടി ബീച്ച് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ബീച്ച്, അതാണ് നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം. അവിടെ നമ്മൾ അടുത്ത തവണ അത് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പറഞ്ഞല്ലോ 1.25 കോടി രൂപയാണ് പള്ളിപ്പുറം കച്ചേരി മൈതാനം നമ്മുടെ കുട്ടികൾ കളിച്ചു വളരാനും ഈ കായിക മേഖല അതൊരു ലഹരിയായി നമ്മുടെ ചെറുപ്പക്കാരെ മാറ്റുന്നതിന്, മറ്റു ലഹരിയിൽ നിന്നും അവരെ വിമുക്തരാക്കാനും ഈ വിനോദങ്ങളും കലയും അതൊക്കെയാണ് നമ്മുടെ ലഹരിയായി മാറേണ്ടതെന്ന് പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പുതുതായ പദ്ധതിയാണ്. മറ്റ് സൈക്ലോൺ ഷെൽട്ടറും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നു. ഒരു സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മളിവിടെ ഇടപെട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ താലൂക്ക് ആശുപത്രിയുടെ വികസനം അതുപോലെ എല്ലാ മേഖലകളിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ നമ്മൾ പ്രതിജ്ഞ എടുത്ത് ആദ്യം തന്നെ നമ്മളൊരു പ്രതിജ്ഞ എടുത്തില്ലേ, മാലിന്യമുക്ത കേരളത്തിന് വേണ്ടി. അതിന് നമ്മളൊരു കമ്പനിയുമായി ധാരണ ഉണ്ടാക്കി നമ്മുടെ ഹരിത കർമ്മസേനക്കാരുടെ ജോലി ഭാരം കുറക്കാൻ, അവരുടെ ജോലി കളയാതെ തന്നെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ, ഈ പഞ്ചായത്ത് പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ കഴിയത്തക്ക തരത്തിൽ അത് പ്രോസസ് ചെയ്യാൻ കഴിയത്തക്ക തരത്തിലുള്ള ഒരു സംരംഭത്തിന് ചില ചർച്ചകൾ നമ്മൾ പ്രാഥമികമായി നടക്കുന്നുണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റുമായി ഈ വേദിയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അപ്പൊ ആ പരിപാടിക്ക് വരുമ്പോൾ നമുക്കതിന് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ, അത് റീസൈക്കിൾ ചെയ്യാൻ, ഇനി ആ പദ്ധതികൾ തന്നെ നമുക്ക് നേരിട്ട് കാണാനുമെല്ലാം കഴിയത്തക്ക തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മുടെ വൈപ്പിൻ മണ്ഡലത്തിന്റെയും പള്ളിപ്പുറം പഞ്ചായത്തിന്റെയും പൊതുവായ വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ദീർഘമേറിപ്പോയ പ്രസംഗത്തിന് ക്ഷമ ചോദിച്ചുകൊണ്ടും ഈ കുടുംബശ്രീ CDS വാർഷികം നല്ല സർഗാത്മകമായ ചർച്ചകളുടെയും സംവാദങ്ങളുടെയും വേദിയായി മാറുകയും നല്ല ഭാവി പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുമുള്ള വിജയങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.